52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ തുടക്കമാകും. മീൻപിടുത്ത ബോട്ടുകാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കടപ്പുറം മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ വലിയ മത്സ്യബന്ധന യാനങ്ങളെല്ലാം കരയ്ക്കടുപ്പിച്ചു കഴിഞ്ഞു. ബോട്ടിൽ നിന്ന് വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ പുറത്തേക്കിറക്കുകയാണ് തൊഴിലാളികൾ. 50ഓളം ബോട്ടുകളാണ് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്ക് നിരോധനത്തിന് മുൻപ് തന്നെ വറുതിയുടെ നാളുകളായിരുന്നു. നിരോധനത്തിന് മുൻപുള്ള ആഴ്ചകളിൽ ഉണ്ടാകാറുള്ള മത്സ്യലഭ്യത ഇത്തവണ ഉണ്ടാകാതിരുന്നത് തിരിച്ചടിയായെന്ന് തൊഴിലാളിയും കടപ്പുറം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി അഷ്കർ അലി പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത വളരെ കുറവായിരുന്നു. ഇനി വരാൻ പോകുന്ന 52 ദിവസങ്ങൾ ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ 52 ദിവസം ഉള്ള സഹായങ്ങൾ, സാമ്പത്തിക സഹായത്തോടൊപ്പം റേഷൻ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഉണ്ടാകണം. ട്രോളിംഗ് നിരോധനം കൂടി എത്തിയതോടെ തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ ദിനങ്ങളിലെ പ്രതിസന്ധി തീർക്കാൻ തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കണമെന്നും നിരോധന സമയങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം അധികൃതർ ഇടപെട്ട് തടയണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ തൊഴിലാളികളെല്ലാം ദുരിതത്തിലാണ്. വേനൽക്കാലത്തെ ഇന്ധനച്ചിലവും മറ്റു ചെലവും കഴിച്ച് മിച്ചം വരുന്നത് കടം മാത്രമായപ്പോൾ പല ബോട്ടുകളും പണി നേരത്തെ തന്നെ നിർത്തിവച്ചിരുന്നു. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത വള്ളങ്ങൾക്ക് നിരോധനം ബാധകമല്ല. TCV ന്യൂസ്, ചാവക്കാട്.